സോക്കർ ഫീൽഡിൽ കളിക്കുകയായിരുന്ന 12 നിഷ്കളങ്ക കുട്ടികളെ കൊലപ്പെടുത്തിയ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച ഹിസ്ബുള്ളയുടെ നുണകൾ പൊളിച്ചടുക്കി ഇസ്രായേൽ പ്രതിരോധ സേന. IDF വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ളയുടെ പരാമർശങ്ങളെ തള്ളിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹിസ്ബുള്ള നുണ പറയുകയും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾക്ക് വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. നിരപരാധികളായ കുട്ടികളുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഹിസ്ബുള്ളയാണ്. ലെബനിൽ ഹിസ്ബുള്ള മാത്രം ഉപയോഗിക്കുന്ന 100 പൗണ്ട് വാർഹെഡുള്ള ഇറാനിയൻ നിർമ്മിത ഫലക് 1 റോക്കറ്റാണ് 12 കുട്ടികളെ കൊലപ്പെടുത്തിയതായി ഗോലാൻ കുന്നുകളിലെ മജ്ദൽ ഷംസിൽ കണ്ടെത്തിയ റോക്കറ്റെന്ന് ഫോറൻസിക് തെളിവുകൾ തെളിയിച്ചതായും ഹഗാരി പറഞ്ഞു. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെൻസി ഹലേവി ദുരന്തസ്ഥലം സന്ദർശിക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രായേലിന്റെ തിരിച്ചടി ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കുട്ടികളെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട റോക്കറ്റ് ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹിസ്ബുള്ള കമാൻഡർ അലി മുഹമ്മദ് ഇഹയാണെന്നും IDF സ്ഥിരീകരിച്ചു. തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്ക് നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ലെന്നും ഭീകരർക്ക് കനത്ത മറുപടി നൽകുമെന്നും അവർ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ദാരുണമായ സംഭവമെന്നാണ് വൈറ്റ് ഹൗസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണെന്നും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനന്റെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് അറിയിച്ചു.